ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കിയ ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ നമുക്കിത് ചുമലിലൊക്കെ തൂക്കിയിടാം, നല്ല രസമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇതൊരു സ്റ്റാറാണ് കേട്ടോ. ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ക്രിസ്മസ് പ്രമാണിച്ചാണ് ഈ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയത്. ഈ ഒരു സ്റ്റാറും ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് പെയിന്റ് അടിച്ച ഒരു സ്റ്റാറാണിത്. നമുക്ക് ചുവലൊക്കെ തൂക്കിടാം. പിന്നെ ഇത് ഞാൻ പെയിന്റിൻ്റെ ഒരു കുപ്പിയിൽ പെയിന്റ് അടിച്ച ഒരു പെയിന്റിംഗ് ആണിത്. പിന്നെ ഇത് നമ്മുടെ തേങ്ങയുടെ ചിരട്ടയിൽ നമ്മളിങ്ങനെ പെയിന്റ് അടിച്ച് വെക്കില്ലേ, അപ്പം അതാണ് ഇത്. പിന്നെ ഇതും ഞാൻ അതേപോലെ ചെയ്ത ഒരു പെയിന്റിംഗ് ആണിത്. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് 2 സാധനങ്ങളാണ്. ഇതൊരു ബ്രെഡ് സ്ലൈസും പിന്നെ ഇതൊരു അവക്കാഡോയുമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ 2ഉം. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ എയർ ഡ്രൈ ക്ലേ ഒരു മോഡലിംഗ് ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല കല്ല് പോലെ ആവും കേട്ടോ. നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കും. ഇതാണ് ഇത്. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാവും. ഞാൻ പെയിന്റ് അടിച്ചിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ഒരു പെൻസിലാണ്. ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ല പെൻസിലാണ് കേട്ടോ. ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല പെൻസിലാണ്. പിന്നെ ഇത് നമ്മൾ ഉള്ളൻ ത്രെഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് വെച്ചുണ്ടാക്കിയ നല്ല ക്യൂട്ട് 2 ബോൾസ് ആണ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ക്യൂട്ട് നോട്ട്ബുക്കാണ്, നല്ല മിനി ആയിട്ടില്ലേ. അപ്പം ഇതിനകത്ത് നമുക്ക് നല്ല പേസൊക്കെ വെക്കാം. ഇതും ഞാൻ ഉള്ളൻ ത്രെഡ് വെച്ച് ചെയ്ത ബോളാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഇതൊരു റൈറ്റിംഗ് പാഡാണ്. ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല സാധനമാണ്. ഇതൊക്കെ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്നത് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പെന്നാണ്. ഈ പെന്നും നമ്മൾ ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇതൊരു ഇതാണ്. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് തന്നെ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പാണ്. ഇത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് റബ്ബർ ബാൻഡൊക്കെ ചുറ്റിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ക്ലിപ്പാണ്. ഇതിലൊരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാണെന്നൊന്നും അറിയത്തില്ല. ഇത് കുറച്ച് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഹോംവർക്കൊക്കെ പറയുന്നെങ്കിൽ എഴുതി വെക്കാൻ നല്ല ഹെൽപ്ഫുള്ളാവും. ഇതെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഒരു സാധനമാണ്. ഇതൊരു വോൾ ഹുക്കാണിത്. ഇത് നമ്മുടെ തലയിൽ വെക്കുന്ന യൂപ്പിൻസ് ഒക്കെ ഇല്ലേ, അതിനെ ഒന്ന് പിടിച്ച് വളച്ചിട്ട് 2 കാർഡ്ബോർഡ് പീസൊക്കെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വാൾ ഹാങ് ആവും. പിന്നെ ഇവിടെ ഒരു ബാക്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പും കൂടെ ഒട്ടിച്ചിട്ട് ചുമലിൽ തൂക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര വലിയ സാധനങ്ങൾ തൂക്കി കഴിഞ്ഞാൽ ഇതാകി വരും. ചെറിയ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങൾ തൂക്കി കഴിഞ്ഞാൽ അഴുന്നോളും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇതൊരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒരു ടോർച്ച് ഇങ്ങനെ അടിച്ചു നോക്കുകയാണെങ്കിൽ ഇതിൽ അകത്ത് എന്തെഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷം. പിന്നെ ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ? ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റ്. വാവ്! അപ്പോൾ ഇത്ര നേരമായിരുന്നു പരിപാടി. അപ്പം നാളെ എനിക്കൊരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. BTSൻ്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്താണ് നടക്കത്തോളെന്ന്.
പോകട്ടെ, ആദ്യം പൊട്ടിച്ചു. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് കിട്ടിയെന്ന് നോക്കാം. പാക്ഡാണ് കേട്ടോ. യു ഗോട്ട് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. എന്താണ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എന്താണ്? എപ്പിക്കാണ്, എപ്പിക്കായിട്ടുള്ള ഗിഫ്റ്റാണിത്. നമുക്ക് പച്ച, അത് ഫസ്റ്റ് ഒരു കുഞ്ഞാണ് തുറക്കാം. ഇതൊരു പിന്നാണിത്. നമുക്ക് ഈ ബാഗ്സിലും അത് കുത്താൻ പറ്റുന്നൊരു പിന്നാണ്. ഒരു സ്ക്വിഷിയാണ്, നല്ല നമുക്ക് അടുത്ത് തോടിച്ചു. അത് വലിയ സ്ക്വിഷിയാണ്. അപ്പം എനിക്ക് കിട്ടിയത് ഇത്രയും ഗിഫ്റ്റ്സ് ആണ്. അപ്പം ഇത്രയാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.